സംസ്ഥാനത്ത് 1.5 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 15 മരണം സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം സ്വദേശി അടക്കം ഈ മാസം മാത്രം 4 പേരാണ് മരിച്ചത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, നമ്മളിപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു സ്ത്രീക്ക് രോഗം ബാധിച്ചൊരു മസ്തിഷ്ക ജ്വരം ബാധിച്ചൊരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതേ ഉള്ളൂ. അതൊരു തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ ഇതാ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു വിവരമെന്ന് പറയുന്നത് 15 പേരാണ് കഴിഞ്ഞ മാസം മാത്രം ഈ ഒരു അസുഖം ബാധിച്ച് മരിച്ചത് എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് പറയുന്നത് എന്താണ്? ഈ രോഗത്തിന്റെ ഉറവിടം അത് തടഞ്ഞേ മതിയാകുള്ളൂ. രോഗവ്യാപനം അത് വളരെ പ്രത്യേകിച്ചും മരണത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന ഒരു സാധാരണ അസുഖമല്ല ഇത്. മരണത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ മാരക രോഗം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ജാഗ്രത എത്രമാത്രമുണ്ട്? തീർച്ചയായും ഭവ്യ, ഇത് വലിയൊരു പ്രതിസന്ധിയായി ആരോഗ്യവകുപ്പിന്റെ മുൻപിൽ നിലനിൽക്കുകയാണ്. കാരണം ക്ലോറിനേഷൻ നടപടികളും മറ്റും പുരോഗമിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് തന്നെ രോഗം പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് വലിയ പ്രതിസന്ധി. കാരണം ഇത്തരത്തിലുള്ള വ്യാപകമായ പരിശോധന നടക്കുന്നത്, അതായത് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ലക്ഷണങ്ങളുമായി മുന്നോട്ട്, അതായത് ഈ ഒരു ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്ന എല്ലാവരെയും ഈ ഇത്തരത്തിലുള്ള ടെസ്റ്റിന് വിധേയരാക്കുകയും തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു രോഗം കണ്ടെത്തുന്നതും തുടർന്ന് ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മറ്റും മാറ്റുകയും വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം 95%-ലധികം മരണനിരക്കുള്ള ഒരു രോഗമാണ്. ഇത് പിടിപെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് കുറച്ച് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് മരണത്തിൽ നിന്നും ഈ ഒരു രോഗികളെ തിരിച്ചു കൊണ്ടുവരാനും ആരോഗ്യം തിരിച്ചു പിടിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലും മറ്റുമാണ് കുളിക്കാൻ ഇറങ്ങുമ്പോൾ അടക്കം ഈ ഒരു അസുഖം വരുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ക്ലോറിനേഷൻ ചെയ്ത ചില സ്വിമ്മിംഗ് പൂളിലടക്കം ഇത്തരത്തിൽ രോഗവ്യാപനം, അതായത് അതിൽ കുളിക്കുന്നവർക്കടക്കം രോഗവ്യാപനം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് തന്നെ ആക്കുളത്ത് ഒരു സ്വകാര്യ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ഒരു വ്യക്തിക്കടക്കം അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അത് മാത്രമല്ല, കാരണം അതിന് മുൻപുണ്ടായ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഈ രോഗം പകർന്നതടക്കം പറയുന്നു. പക്ഷേ ഇതിലൊരു സ്ഥിരീകരണം വരുന്നില്ല. അതായത് ഈ ക്ലോറിനേഷൻ നടപടികൾ പുരോഗമിക്കുമ്പോഴും ഇതിലൊരു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ള ചോദ്യമായി നിലനിൽക്കുകയാണ്. കാരണം ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഈ രോഗത്തിന് ഒരു ഇത്തരത്തിലൊരു ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചു വരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. ഈ വടക്കൻ മലബാറിലടക്കമുള്ള ചില പ്രദേശങ്ങളിൽ ഈ ക്ലോറിനേഷൻ നടപടികളിൽ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പ്രതികരിച്ചിരുന്നു. കാരണം ഈ ഒരു കിണറും പിന്നെ മറ്റ് ജലാശയങ്ങളിലടക്കം മീനുകളെ വളർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ക്ലോറിനേഷൻ നടപടികൾ നടത്തുമ്പോൾ അത് മീനുകൾ മരിക്കാനിടവരുന്നു. അത് ഇത്തരത്തിൽ മീനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ചില നാട്ടുകാർ അതിൽ ഈ പ്രശ്നം ഉയർത്തുന്നുണ്ട്. അത് മാത്രമല്ല, മീനുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു അമീബ പടരില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നുണ്ട് എന്നൊരു ആശങ്കയടക്കം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിൽ 12 പേർ ചികിത്സയിലുണ്ട്. മാത്രമല്ല, ഈ ഒരു വർഷം 25 പേരാണ് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടത്. വലിയൊരു കണക്കാണ്. കാരണം ഈ ഒരു രോഗവ്യാപനം വളരെ വലിയ രീതിയിൽ നടക്കുന്നു. അതായത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം പകരുകയില്ലെങ്കിലും ഇത്തരത്തിലുള്ള കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ നിന്നും പിന്നെ മറ്റേ കുളങ്ങൾ പിന്നെ അതേപോലെയുള്ള ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ നിന്നും കുളിക്കുന്നതും മറ്റും ജലം മൂക്കുവഴി ഈ തലച്ചോറിലേക്ക് എത്തി അത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട്. പക്ഷേ ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വസ്തുത. കാരണം കൃത്യമായി ടെസ്റ്റുകൾ നടത്തുന്നു. മാത്രമല്ല, ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഈ ആരോഗ്യവകുപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല, കൃത്യമായി ഈ ഒരു ആരോഗ്യ വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും രോഗവ്യാപനം പൂർണ്ണമായും തടയാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭവ്യ, അതാണ് സാഹചര്യം. എന്തായാലും ഈ വർഷം മാത്രം 25 പേരാണ് ഈ അസുഖം ബാധിച്ച് മരിച്ചതെന്ന് പറയുമ്പോൾ ഈ അസുഖത്തിന്റെ വ്യാപനം അത് എത്രമാത്രമുണ്ട്, അതിന്റെ സീരിയസ്നെസ് അത് എത്രമാത്രമുണ്ട് എന്ന് താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് അടക്കം അത് എത്തിക്കേണ്ടത് ആരോഗ്യവകുപ്പിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. അത് ആശാവർക്കർമാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കൃത്യം നിർവഹിച്ചേ മതിയാകുകയുള്ളൂ. കാരണം ഇത് അത്രമാത്രം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു രോഗമായി അത് വ്യാപിക്കുകയാണ്. അതിൽ ജാഗ്രത പുലർത്തിയേ മതിയാകുകയുള്ളൂ. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്.